ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. ഈ ഒരു ഗൗണിനായിട്ട് ഞാൻ 3 മീറ്റർ സാറ്റിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്കേർട്ടിലേക്കായിട്ട് വെച്ചു കൊടുക്കുന്ന നെറ്റാണിത്. ഇതും ഞാനൊരു 3 മീറ്ററിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 1/2 മീറ്ററിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് രണ്ട് ബാക്കിലും ഫ്രണ്ടിലും ആയിട്ടുള്ള ബോഡിക്ക് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഒരു 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കട്ടിങ് നോക്കാം. ആദ്യം ഞാൻ ഫ്രണ്ടും ബാക്കും ബോഡിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ബോഡിന്റെ ലെങ്ത് 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബോഡി പാർട്ട് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെന്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പീസ്. ഇനി ഇതിന്റെ സ്കേർട്ട് പീസ് കട്ട് ചെയ്യാനുണ്ട്. ഇപ്പൊ ബോഡി ഞാൻ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്തിലുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്കേർട്ടിന്റെ ലെങ്ത് 30 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പടക്കാണ് 30 ഇഞ്ചിൽ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്യാനുണ്ട്. അതിന് ഇതുപോലെ ഇതിന്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം. ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഓരോ പോയിന്റ് വരച്ചു കൊടുക്കാം. ക്രോസ് ആയിട്ടാണ് വരച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ടാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോഡിയിലേക്ക് നമുക്ക് ആ ഒരു വർക്ക് വരുന്ന നെറ്റും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ നെറ്റ് ഇതേപോലെ 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ അളവിൽ തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നെറ്റ് ഇതേപോലെ വെച്ചുകൊടുക്കാം. നെറ്റിന്റെ നല്ല വശമാണിത്. ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്ത ഈ ഒരു കട്ടിങ്ങിന്റെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇവിടുന്ന് ഫുള്ളായിട്ട് നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തോട്ടേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ ഫ്രണ്ട് നെക്ക് ഞാൻ ഇവിടെ തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് നെക്ക് നോക്കാം. ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ നെറ്റ് ഇതേപോലെ വെച്ചു കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് നമുക്ക് ഇതിന്റെ ഒരു സൈഡ് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സൈഡിൽ കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കാം. ഈ ഒരു ഷോൾഡറിന്റെ സ്റ്റിച്ചിന്റെ ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് ഇത് വെച്ചിട്ട് ഈ ഒരു ബാക്ക് പീസിലെ നെറ്റ് പുറത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലും ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ചിട്ട് ഒരു നെറ്റ് ഇപ്പുറത്തോട്ടേക്ക് വെച്ചു കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാക്ക് പീസിലുള്ള നെറ്റ് ഇപ്പുറത്തോട്ടേക്ക് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആക്കിയിട്ടൊന്ന് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ട് പീസിന്ന് ഒരു പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല വശം ഇതേപോലെ ഇതിന്റെ അടിവശത്തായിട്ട് വെച്ചിട്ട് കറക്റ്റ് ആക്കി വെച്ചു കൊടുക്കാം. ഒരു 1/2 ഇഞ്ചിൽ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ തന്നെ ആ ബാക്ക് പീസിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ സ്കേർട്ട് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 2 സൈഡിലും. ഇനി ഇതിന്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പൊ സ്ലീവിന് വേണ്ട പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 3 മീറ്ററിൽ പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ സ്ലീവിന് ആവശ്യമായിട്ടുള്ള പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. സ്ലീവിന്റെ സെന്റർ ഭാഗം വരുന്നത് ഇവിടെയാണ്. 16 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സ്ലീവിന്റെ കൈക്കുഴിന്റെ അടുത്ത് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഇവിടെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീതിയിലുള്ള തുണി എടുത്തിട്ടുള്ളത്. ഇതിന്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 16 ഇഞ്ചിൽ തന്നെയാണ്. ഇപ്പൊ കൈക്കുഴിന്റെ ഭാഗത്ത് ഇവിടുന്ന് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പോയിന്റിന് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിന്റെ എൻഡിലായിട്ട് ഒരു ബാൻഡ് പോലെ കൊടുക്കാനായിട്ട് ഈ ഒരു സാറ്റിൻ മെറ്റീരിയലാണ് എടുക്കുന്നത്. ഇപ്പൊ അതിന്റെ സ്ലീവില് ബാൻഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ചിലുള്ള ഒരു പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഡബിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സൈഡിൽ 2 ഇഞ്ചായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ വീതി എടുത്തിട്ടുള്ളത് 11 ഇഞ്ചിലാണ് വീതി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു പീസ് ഇതേപോലെ വെച്ചു കൊടുക്കാം. നമ്മുടെ സ്ലീവിന്റെ എൻഡ് വരുന്ന ഭാഗമാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് വരുന്ന വിധത്തിൽ ഫ്രില്ല് ഇട്ടിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ആദ്യം. ഇപ്പൊ സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതിന്റെ ഈ ഒരു മുകൾ വശത്ത് കറക്റ്റ് ആക്കിയിട്ട് വെക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ഒരു സ്ലീവിന്റെ പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സ്ലീവിന്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ്ങിന് ഫ്രില്ലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നോർമൽ സ്ലീവ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ 2 സ്ലീവിനും കൂടി വേണ്ടിയിട്ടുള്ള അളവിൽ തന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിന്റെ സെന്ററിൽ ഒന്ന് കട്ട് ഇട്ട് കൊടുക്കാം. ലൈനിങ്ങിന്റെ പീസ് ഇവിടെ ആദ്യം ഒന്ന് 1/2 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമ്മളിത് ബോഡിയിലേക്ക് വെച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു സ്ലീവ് എടുത്തിട്ട് ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് വെക്കാം. നമ്മൾ ഈ നെറ്റ് ഭാഗമുണ്ട്, അതാദ്യം ഈ ഒരു ലൈനിങ്ങിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഫ്രില്ലിട്ട് എടുക്കാം. ഇവിടെ അത് കറക്റ്റ് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഇതേപോലെ ഫ്രില്ല് ഇട്ടിട്ട് ഈ ഒരു ലൈനിങ്ങിന് കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഫ്രില്ല് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഇതേപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് കട്ട് വരുന്ന ഭാഗം നമ്മുടെ ഈ ഷോൾഡറിന്റെ സ്റ്റിച്ചിന്റെ ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഇവിടുന്ന് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇപ്പത്തെ സൈഡിലും കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ 2 സൈഡും ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബെൽറ്റിന് ആവശ്യമായിട്ടുള്ള പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബെൽറ്റിന്റെ പീസ് കട്ട് ചെയ്യുന്ന ടൈമിൽ ടാപ്പ് നമ്മുടെ വേസ്റ്റിന്റെ അടുത്ത് ബാക്കിലും ഫ്രണ്ടിലും 2 സൈഡിലായിട്ട് ചുറ്റി പിടിച്ചിട്ട് വേണം നമ്മൾ ബെൽറ്റിന്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് എത്രയാണോ ബെൽറ്റിന്റെ അളവ് കിട്ടുന്നത് ആ അളവിൽ നിന്ന് ഈ ഒരു 2 സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വീതം എക്സ്ട്രാ എടുക്കണം. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് ഈ ഒരു സൈഡിലും 1/2 ഇഞ്ച് ആകുമ്പോൾ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ ബെൽറ്റിന്റെ ലെങ്ത് വന്നിട്ടുള്ളത്, എനിക്കിവിടെ 23 ഇഞ്ചാണ് ബെൽറ്റിന്റെ ലെങ്ത് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഞാൻ 24 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇതിന്റെ സെന്ററിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഒരു 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഒരു സൈഡില് 4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് വരുന്ന ഭാഗമാണിത്. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിനെ തൊട്ട് ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം 2 പോയിന്റ്. ഇനി നെറ്റിന്റെ പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന്റെ നമ്മുടെ സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ തന്നെ ആ ഒരു ലെങ്ത്തിൽ തന്നെ വരുന്ന നെറ്റിന്റെ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം കൊടുക്കാൻ. നമുക്ക് ബെൽറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണിത്. അപ്പൊ ആ ഒരു 1/2 ഇഞ്ച് ഇവിടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടാണ് ഈ ഒരു ലെങ്ത്തിൽ എടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ഫ്രില്ല് വേണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വീതി എടുത്തു കൊടുക്കുന്നത്. ഇതേപോലത്തെ 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. സെയിം അളവിൽ തന്നെ ആയിട്ട് ഇതേപോലെ 2 പീസ് നെറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ബെൽറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. അത് ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ
ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കാം. വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ഇതേപോലെ 2 സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം. അത് ഈ ഒരു പീസ് നെറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത്. ഇതേപോലെ വെക്കാം. ഈ ഒരു സ്റ്റിച്ചിന്റെ അടുത്ത് തന്നെ വെച്ചു കൊടുക്കാം. നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് ഈ ഒരു പോയിന്റ് വരെയാണ് ഈ ഒരു നെറ്റ് ഫ്രില്ലിട്ട് എടുക്കേണ്ടത്. ഇതേപോലെ അടുപ്പിച്ച് നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് എത്രത്തോളം തുണി എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നല്ല ഫ്രില്ല് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ നമ്മൾ എടുത്ത ഈ ഒരു നെറ്റിന്റെ പീസ് ഇതേപോലെ ഫ്രില്ലിട്ട് എടുക്കാം. ഈ ഒരു പോയിന്റിൽ ഇതേപോലെ കറക്റ്റ് ആക്കി വരുന്ന വിധത്തിൽ ഇവിടെ ഫ്രില്ലിട്ട് എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇവിടുന്ന് ഈ ഒരു പോയിന്റ് വരെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പൊ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഈ ഒരു പോയിന്റ് വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു എൻഡ് വരെയുള്ള ഭാഗത്ത് നമ്മൾ ഇപ്പുറം ചെയ്ത പോലെ തന്നെ ഈ ഒരു മറ്റേ പീസ് നെറ്റ് എടുത്തിട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസിനെ ഒരു 1/2 ഇഞ്ചിൽ ഇവിടുന്ന് ആദ്യം മടക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ ഒഴിവാക്കി വിട്ട ഭാഗമുണ്ട്. അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഈ ഒരു പീസ് ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ മടക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു പീസ് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ 2 സൈഡിലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ടോപ്പിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ഊക്ക് വെച്ചു കൊടുക്കാനുണ്ട്. പ്രസ് ബട്ടൺ ആണെങ്കിൽ പ്രസ് ബട്ടൺ വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബ്ലൗസിലേക്ക് വെക്കുന്ന ഊക്കാണെങ്കിൽ ഊക്കും വെച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ടോപ്പ് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു സെന്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ബാക്കിലോട്ടേക്ക് നമ്മൾ ഈ ഒരു ബെൽറ്റ് വെച്ചു കൊടുക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫ്രില്ല് ബാക്കിലോട്ടേക്ക് പോവും. ഫ്രണ്ടിലോട്ടേക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.